ചില ആളുകൾ 6 മാസം കൊണ്ട് +2 അല്ലെങ്കിൽ 6 മാസം കൊണ്ട് SSLC ഇതും തന്നെ ലോകത്ത് എവിടെ ഉള്ളവരാണെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? SSLC +2 നമ്മുടെ LB അക്കാദമി ഓൺലൈൻ ക്ലാസ് വഴി പഠിച്ചു തന്നെ നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും ആണ്. ഇപ്പോൾ നമ്മുടെ NIOS അഡ്മിഷൻ നടക്കുന്നുണ്ടോ? ഈ വർഷത്തില് അഡ്മിഷൻ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മടിക്കേണ്ട ആവശ്യകതയൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? 2026 ഏപ്രിൽ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. നമ്മുടെ ഓൺ ഡിമാൻഡ് എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളും അവരുടെ അഡ്മിഷൻസ്, അവരുടെ രജിസ്ട്രേഷന് ഇതെല്ലാം നമ്മുടെ LB അക്കാദമി ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നു. കൂടാതെ 2025 ഒക്ടോബർ ബാച്ചിലേക്ക് ഏതെങ്കിലും +2 അല്ലെങ്കിൽ SSLC ഒക്കെ തോറ്റുപോയ അല്ലെങ്കിൽ പരാജയപ്പെട്ടു പോയ വിദ്യാർത്ഥികൾക്ക് സ്ട്രീം 2ലേക്കുള്ള അഡ്മിഷനും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 10ാം ക്ലാസ് ആണെങ്കിലും +2 ആണെങ്കിലും കംപ്ലീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും അഡ്മിഷൻ എടുത്ത് രജിസ്ട്രേഷൻ ചെയ്ത് ആ എക്സാം എഴുതിയിരിക്കും അല്ലെ. അപ്പൊ അത് വലിയൊരു എമൗണ്ടോ കാര്യങ്ങളോ ഒന്നും അല്ല കേട്ടോ. അത് അഡ്മിഷനും രജിസ്ട്രേഷനുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. LB അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരുപാട് ആളുകളാണ് NIOS വഴി SSLC +2 കംപ്ലീറ്റ് ചെയ്യണമെന്ന ആഗ്രഹത്തോടു കൂടി നമ്മുടെ LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിനെ കോൺടാക്ട് ചെയ്യുന്നത്. പക്ഷെ ഇവരിലെല്ലാം നിലനിൽക്കുന്ന ഒരു സംശയം എന്ന് പറയുന്നത് ഇപ്രകാരമാണ്: ഇപ്പോൾ നമ്മുടെ NIOS അഡ്മിഷൻ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. കാരണമുണ്ട്. നമ്മുടെ വീഡിയോസിൽ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു 2025 ജൂലൈ 31 മുൻപായിട്ട് തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുത്ത് നിങ്ങളുടെ രജിസ്ട്രേഷനും കാര്യങ്ങളും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. ലാസ്റ്റ് ഡേറ്റ് 2025 ജൂലൈ 31 ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ഈ ഒരു സമയത്തൊക്കെ ആയിരിക്കും ആ ഒരു വീഡിയോസ് കാണുന്നത് അല്ലെ. സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഇടയിൽ എന്ത് വരും? ഒരു സംശയം വരും. മിസ്സേ, 2025 ജൂലൈ 31 ലാസ്റ്റ് ഡേറ്റ് ആണ് 2026 ഏപ്രിൽ ബാച്ചിലേക്കുള്ള അഡ്മിഷന്റെ. അപ്പൊ ഇപ്പൊ അഡ്മിഷൻ നടക്കുന്നുണ്ട്, ഇനി ഞങ്ങൾക്ക് എപ്പോഴാണ് അഡ്മിഷൻ എടുക്കാനായിട്ട് സാധ്യമാവുക അല്ലെ? ഇങ്ങനെ ഒരുപാട് സംശയങ്ങളാണ് വിദ്യാർത്ഥികൾ നിലനിൽക്കുന്നത്. സോ ആ സംശയങ്ങളെല്ലാം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ക്ലിയർ ചെയ്യാനായിട്ട് പോവുകയാണ്. നമ്മുടെ NIOS 2025 ഈ വർഷത്തില് അഡ്മിഷൻ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മടിക്കേണ്ട ആവശ്യകതയൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? 2026 ഏപ്രിൽ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ദെൻ ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ 2025 ഒക്ടോബർ ബാച്ചിലേക്കുള്ള ട്യൂഷൻ ക്ലാസ്സുകളൊക്കെ നമ്മുടെ LB അക്കാദമി ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നു. കൂടാതെ നമ്മുടെ ഓൺ ഡിമാൻഡ് എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളും അവരുടെ അഡ്മിഷൻസ്, അവരുടെ രജിസ്ട്രേഷന് ഇതെല്ലാം നമ്മുടെ LB അക്കാദമി ഓൺലൈൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നു. കൂടാതെ 2025 ഒക്ടോബർ ബാച്ചിലേക്ക് ഏതെങ്കിലും +2 അല്ലെങ്കിൽ SSLC ഒക്കെ തോറ്റുപോയ അല്ലെങ്കിൽ പരാജയപ്പെട്ടു പോയ വിദ്യാർത്ഥികൾക്ക് സ്ട്രീം 2ലേക്കുള്ള അഡ്മിഷനും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്ട്രീം 2ന്റെ അഡ്മിഷൻ ക്ലോസ് ചെയ്തിട്ടില്ല, ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തു തന്നിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഏത് ബാച്ചിലേക്കാണ് ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ ഓൺ ഡിമാൻഡ് എക്സാമിനേഷന് വേണ്ടി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ ഇപ്പൊ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ നമുക്ക് ഓൺ ഡിമാൻഡ് എക്സാമിനേഷന്റെ ടൈം ആണ് അല്ലെ. അപ്പൊ അത് നമുക്ക് തിരുവനന്തപുരം, കണ്ണൂരൊക്കെയാണ് ഇപ്പൊ നിലവിൽ സെന്റർ ഉള്ളത്. ബാക്കിയെല്ലാം ഫില്ലായി പോയി. ഇനി അതോടൊപ്പം തന്നെ സ്ട്രീം 2 2025 ഒക്ടോബർ ബാച്ചിലേക്കാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്കും അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ +2 തോറ്റുപോയ വിദ്യാർത്ഥികളൊക്കെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോഴും നമുക്ക് അഡ്മിഷൻ NIOS നടക്കുന്നുണ്ട്. ഒന്നും ചിന്തിക്കാനായിട്ടില്ല. പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ 2026 ഏപ്രിൽ ബാച്ചിന്റെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത് കേട്ടോ. 2026 ഏപ്രിൽ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ഇപ്പോൾ നമ്മുടെ NIOS നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു ബാച്ചിലേക്ക് ഫ്രഷ് ആയിട്ടൊക്കെ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ തന്നെ അഡ്മിഷൻ എടുത്ത് രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ 2026 ഏപ്രിൽ ബാച്ചിലേക്കുള്ള രജിസ്ട്രേഷന്റെ അവസാന ഡേറ്റ് നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു 2025 ജൂലൈ 31 അല്ലെ. അപ്പൊ ഇതൊന്നുമില്ല. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ ഫീസോട്, അതായത് രജിസ്ട്രേഷൻ ഫീസിന് ഫൈന്, സൂപ്പർ ഫൈൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് വലിയ എമൗണ്ട് ഒന്നും ഇല്ല. നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഇപ്പൊ 10ാം ക്ലാസ് ആണെങ്കിലും +2 ആണെങ്കിലും കംപ്ലീറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും അഡ്മിഷൻ എടുത്ത് രജിസ്ട്രേഷൻ ചെയ്ത് ആ എക്സാം എഴുതിയിരിക്കും അല്ലെ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അതൊന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ ഈ ഒരു ഡേറ്റ് വരെ എന്തായിരിക്കും? ഫൈൻ ഇല്ലാതെയുള്ള രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ ചെറിയൊരു എമൗണ്ട് രജിസ്ട്രേഷൻ ഫീസിൽ വന്നിട്ടുണ്ട്. അതായത് നോർമൽ രജിസ്ട്രേഷൻ ഫീസ് എത്രയാണോ അതിന്റെ കൂടെ ചെറിയൊരു എമൗണ്ട് നമുക്ക് ഫൈൻ ആയിട്ട് വന്നിട്ടുണ്ട്.
അപ്പൊ അത് വലിയൊരു എമൗണ്ടോ കാര്യങ്ങളോ ഒന്നും അല്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ വെറുതെ പേടിക്കൊന്നും വേണ്ട. ഇപ്പൊ ഫൈൻ ആയി അല്ലെ സൂപ്പർ ഫൈൻ എന്നൊക്കെ പറയുമ്പോഴത്തേന് ചില ആളുകളൊക്കെ അയ്യോ എന്നാ ഇപ്പൊ ചെയ്യുന്നില്ല, കാരണം ഇത്രയും എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോവാണല്ലോ, അപ്പൊ ചെയ്യുന്നില്ല എന്ന് തീരുമാനം. അതൊന്നുമില്ല. നമുക്ക് ഈ വർഷം തന്നെ പ്ലസ് ടു അല്ലെങ്കിൽ SSLC കംപ്ലീറ്റ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ വർഷം തന്നെ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്ത് രജിസ്ട്രേഷനും കാര്യങ്ങളും ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ 2026 ഏപ്രിൽ മാസത്തിലായിരിക്കും നമ്മുടെ എന്ത് വരുന്നത്, പരീക്ഷ വരുന്നത്. അപ്പൊ ആ ബാച്ചിലേക്കുള്ള അഡ്മിഷനും രജിസ്ട്രേഷനുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ചില ആളുകൾ പറയും മിസ് 2026 ഏപ്രിൽ മാസത്തെ പരീക്ഷയെങ്കിൽ ഒരു മാർച്ച് മാസം ഏപ്രിൽ മാസത്തിലൊക്കെ വന്ന് അഡ്മിഷൻ എടുത്താൽ പോരെന്ന് ചോദിക്കും. അങ്ങനെ ചിന്തിക്കാനേ പാടില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് പഠിക്കാനുള്ള സമയം കിട്ടണ്ടേ അല്ലെ? അപ്പൊ ഇപ്പോഴാണ് നമുക്ക് അതിന്റെ അഡ്മിഷന്റെ രജിസ്ട്രേഷന്റെ സമയം എന്ന് പറയുന്നത്. ശേഷം നമ്മുടെ ഓൾ ഇന്ത്യ മൊത്തത്തിലുള്ള ഈ ഒരു ബാച്ചിലേക്കുള്ള അഡ്മിഷനും രജിസ്ട്രേഷനും അവസാനിക്കുന്ന ഒരു ഡേറ്റ് ഉണ്ട്. അപ്പൊ അത് NIS ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ഡേറ്റ് ആണ്. അത് കഴിയുമ്പോൾ നമ്മൾ ഇവിടെ ക്ലാസ്സുകൾ ആരംഭിക്കും. ആ ക്ലാസ്സുകൾ എന്ന് പറയുന്നത് കറക്റ്റ് 6 മാസത്തെ ക്ലാസ്സുകളാണ്. ഓക്കെ, 6 മാസം കൊണ്ടാണ് നിങ്ങൾ ഈ ഒരു പ്ലസ് ടു അല്ലെങ്കിൽ SSLC കംപ്ലീറ്റ് ചെയ്യുക. അപ്പൊ 6 മാസത്തെ ക്ലാസ്സുകൾ എന്ന് പറയുമ്പോൾ ചില ആളുകൾ 6 മാസം കൊണ്ട് പ്ലസ് ടുവോ അല്ലെങ്കിൽ 6 മാസം കൊണ്ട് SSLCയോ ഇതെന്താ ഇങ്ങനെ? ശരിക്കും പറഞ്ഞാൽ ഒരു വർഷം തന്നെ എടുക്കുന്നുണ്ട് അല്ലെ? ഈ അഡ്മിഷന്റെയും രജിസ്ട്രേഷന്റെ ഒക്കെ കാര്യങ്ങൾ വരുമ്പോ തന്നെ ഒരു വർഷം. പക്ഷെ ക്ലാസ്സുകളുടെ അടിസ്ഥാനം നമുക്ക് എന്തായാലും അഡ്മിഷൻ രജിസ്ട്രേഷൻ ക്ലോസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്ലാസ് ആരംഭിക്കാൻ പറ്റുള്ളൂ അല്ലെ? അപ്പൊ ആ ക്ലാസ് ആരംഭിക്കുന്നത് വെച്ച് നോക്കുവാണെങ്കിൽ കറക്റ്റ് 6 മാസത്തെ ക്ലാസ് ആണ് നിങ്ങൾക്ക് ലഭ്യമാകുന്നത്. അതിന്റെ ഇടയിൽ നമുക്ക് അക്കാദമിക് പരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതായത് അസൈൻമെന്റ്, പ്രൊജക്ട്, അതുപോലെ തന്നെ റെക്കോർഡ്, പ്രാക്ടിക്കൽ, സയൻസ് ഒക്കെ എടുക്കുന്ന കുട്ടികളാണെങ്കിൽ പ്രാക്ടിക്കൽ, റെക്കോർഡ്, ഇതെല്ലാം ഈ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ ചെയ്യണം. പക്ഷെ സിലബസ് എന്ന് പറയുന്നതോ സിമ്പിൾ ആയിട്ടുള്ള സിലബസ് ആണ്. ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് 10ാം ക്ലാസ്സും പ്ലസ് ടു ഒക്കെ ഈ NIS വഴി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ലോകത്ത് എവിടെ ഉള്ളവരാണെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, SSLCയും പ്ലസ് ടു നമ്മുടെ LB അക്കാദമി ഓൺലൈൻ ക്ലാസ് വഴി പഠിച്ചു തന്നെ നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ക്ലാസ്സുകളാണ്. നിങ്ങൾ ലോകത്ത് എവിടെ ഉള്ളവരാണെങ്കിലും നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് പഠിക്കാമെന്ന് പറഞ്ഞു അല്ലെ? അത് നിങ്ങളുടെ സമയം അനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാം. കാരണം നമ്മളിവിടെ ഗൂഗിൾ മീറ്റ് വഴി ലൈവ് ക്ലാസ്സുകളും ടീച്ചേഴ്സ് ഡയറക്റ്റ് വന്നിരുന്ന് നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. കൂടാതെ റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കേട്ടോ. എക്സാം സെന്റർ നിങ്ങളുടെ ജില്ലയിൽ തന്നെയാണ്. നിങ്ങളുടെ ജില്ലയിൽ ഒരു സ്കൂൾ നിങ്ങൾക്ക് ഗവൺമെന്റ് അലോട്ട് ചെയ്ത് തരും. അവിടെ പോയി നിങ്ങൾ പരീക്ഷ എഴുതും. അപ്പൊ ഇതിന്റെ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നതോ ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ ആണ്. ഓൾ ഇന്ത്യ എക്സാമിനേഷൻ ആണ്. നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് നൽകുന്ന സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾക്ക് നൽകുന്നത്. സോ സബ്ജക്ട് കോമ്പിനേഷനും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഏത് മത്സര പരീക്ഷ വേണമെങ്കിലും, ഇനി 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് +1 +2 സ്കൂളിൽ പഠിക്കണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ഈ ഒരു NIS വഴി സാധ്യമാവും കേട്ടോ. അപ്പൊ നിങ്ങളുടെ സംശയങ്ങളൊക്കെ ഒന്ന് മാറ്റി വെക്കുക. ഡൗട്ട് ഉള്ളവർ എന്ത് ചെയ്യണം, നമ്മൾ പറയുന്ന വിശ്വാസം ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പല ഇടങ്ങളിൽ ഇതിനെ കുറിച്ച് അന്വേഷിച്ച് നോക്കുക. അതായത് പല ഇടങ്ങളിൽ എന്ന് പറയുമ്പോഴത്തേന് നമ്മുടെ ഗവൺമെന്റിന്റെ ബേസ് ചെയ്തിട്ടുള്ള ഇതിൽ തന്നെ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ തന്നെ നിങ്ങൾ അന്വേഷിക്കുക. ഇപ്പൊ കേരള ഹയർ സെക്കൻഡറി ബോർഡിൽ അന്വേഷിക്കാം. അതുപോലെ തന്നെ നമ്മുടെ 10ാം ക്ലാസ്സിന്റെ അല്ലെ, അപ്പൊ സെക്കൻഡറി ബോർഡിൽ നിങ്ങൾക്ക് അന്വേഷിക്കാം. ഇനി അതല്ല PSC പരീക്ഷകളൊക്കെ എഴുതുന്നവരാണെങ്കിൽ PSC ഓഫീസിലേക്ക് വിളിച്ച് ചോദിക്കാം. NIS വഴി 10ാം ക്ലാസ് പ്ലസ് ടു ഒക്കെ കംപ്ലീറ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ് വാല്യൂ ഉണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിച്ചതിന് ശേഷം മാത്രം നമ്മളിവിടെ ജോയിൻ ചെയ്താൽ മതി. മനസ്സിലായോ? അതല്ലാതെ ചില ആളുകൾ പറയുന്നുണ്ട് മിസ് ഇത് കറക്റ്റ് ആണോ, 6 മാസം കൊണ്ടെന്നൊക്കെ പറയുമ്പോൾ ഇത് ഫേക്ക് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്, ചില ഇടങ്ങളിലൊക്കെ സർട്ടിഫിക്കറ്റ് അല്ലാതെ കൊടുക്കുന്നൊക്കെ ഉണ്ടാവും അല്ലെ? അപ്പൊ അങ്ങനത്തെ ഒരു സംഭവം അല്ല ഇത്. ഇത് സെൻട്രൽ ഗവൺമെന്റിന്റെയാണ്. ഞാൻ വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ നോക്കിയിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഓപ്പൺ സ്കൂളിന്റെ വഴി SSLC പ്ലസ് ടു ഒക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്മിഷൻ നിങ്ങൾ ഉറപ്പുവരുത്താനായിട്ട് ശ്രദ്ധിക്കുക. ഇനി എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ നമ്പർ, ഇപ്പൊ ഞാൻ എപ്പോഴും പറയുന്നത് വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, വാട്സപ്പിൽ മെസ്സേജ് അയക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ ഈ ഒരു സംശയങ്ങളും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി വിചാരിക്കണം. ഇനി എന്തെങ്കിലും സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ മെസ്സേജ് അയക്കുക കേട്ടോ. അപ്പൊ അത് മടി കാണിക്കരുത്. ഓക്കെ, അപ്പൊ എന്തായാലും 2026 ഏപ്രിൽ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുത്ത്, കാര്യം ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുത്ത് നിങ്ങളുടെ രജിസ്ട്രേഷൻ നടപടികൾ നിങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ നിർത്തുന്നു. NIS സംബന്ധിച്ചിട്ടുള്ള പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.